പ്രേക്ഷകർക്ക് പ്രശ്നം തമ്മിൽ തല്ലിത്തീർക്കണമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രശ്നം പ്രൈമറി ഫാക്ടർ സ്വഭാവമാണോ അതോ ഗ്ലാമറാണോ? നമ്മുടെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ലാസിം യൂസഫ് ഫ്രം നിലമ്പൂർ. സോ തങ്ങളെ പറ്റി പറയൂ. നിലമ്പൂർ. ലാസിമിന്റെ അഭിപ്രായത്തിൽ പ്രൈമറി ഫാക്ടർ സ്വഭാവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അതിന്റെ പേര് പറയും. വരുൺ എവിടെയാണ്? പ്രമിരിട്ടി. വരുൺ പ്രഭാകർ പ്രമിരിട്ടി. ഇതും വരുൺ പ്രഭാകർ പ്രമിരിട്ടിയാണ് നമ്മുടെ കമ്പോണന്റ്. വരുൺ പറയുന്നത് വിവാഹത്തിനുള്ള പ്രൈമറി ഫാക്ടർ ഗ്ലാമർ ആണെന്നാണ്. ഗ്ലാമർ. വരുൺ, താങ്കളുടെ ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ മത്സരത്തിലേക്ക് പോവാം. വരുൺ, താങ്കളുടെ പേര് ലാസിം യൂസഫ്. താങ്കൾക്ക് ബ്രോക്കർ ഒരു കൂട്ടം കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. താങ്കൾ എങ്ങനെ സെലക്ട് ചെയ്യും? പറയൂ. സ്വഭാവ സർട്ടിഫിക്കറ്റ്. താങ്കൾക്ക് സ്വഭാവമാണല്ലോ വലുത്. സ്വഭാവമാണല്ലോ താങ്കൾ പ്രൈമറി ഫാക്ടർ. ഈ ബ്രോക്കർ ഫോട്ടോ കൊണ്ടുവരുന്നത്. പറയൂ ലാസിം. അത് ബ്രോക്കർമാർ എടുക്കണം. അതിൻ്റെ ചോദ്യമില്ല. അപ്പൊ നീ ഏത് സെലക്ട് ചെയ്യും? ഒരു കറുത്ത പൊകാളി ടീം സെലക്ട് ചെയ്യുമോ അതോ ഗ്ലാമറിലെ കുട്ടി സെലക്ട് ചെയ്യുമോ? അത് നല്ല കാണാൻ സൗന്ദര്യമുള്ള കുട്ടി, കുറച്ച് കുട്ടികളെ ഫോട്ടോ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരെ പറ്റി കൂടുതൽ അന്വേഷിക്കും. അതെന്തിനാണ് കാണാൻ സൗന്ദര്യമുള്ള കുട്ടിയെ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു? അതെന്തിനാണ് അങ്ങനെ? നമുക്കൊരു സ്വഭാവമല്ലേ വേണ്ടത്? നമ്മൾ കൂടെ കോണ്ടാക്ട് പിൻ ചെയ്ത് കൊണ്ടുവരാൻ. ബ്യൂട്ടി. എന്താണ് അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഫാക്ടർ? സ്വഭാവം. കുട്ടിയെ കാണുമ്പോൾ ഫോട്ടോ കാണുമ്പോൾ എങ്ങനെയാണ് മിസ്റ്റർ സ്വഭാവമാണ്? പിന്നെ താങ്കളാണ് സ്വഭാവമാണ് പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കിത് വരുണിലേക്ക് പോകാം. വരുൺ, താങ്കൾ പറയും. വിദ്യാർത്ഥിയോട് താങ്കളുടെ അഭിപ്രായത്തിൽ യോജിക്കുന്നുണ്ടോ? സ്വഭാവം എപ്പോഴും ഒരു സെക്കൻഡറി ഫാക്ടർ മാത്രമാണ്. വിദ്യാർത്ഥിയുടെ മുട്ടാപ്പൊക്കെ വർത്താനത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അത് തീർത്തും വിഡിത്തരമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ ആൾക്കും അവരുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്താനുള്ള അവകാശമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് നോക്കൂ, ഇന്നത്തെ പത്രമാണ്. ഇതിൽ തന്നെ ഈ 3 ഗേൾസിനും ഒരു ആഫ്രിക്കൻ ഗേൾസിനും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വെച്ചിരിക്കുന്ന സൗന്ദര്യമുള്ള പെൺകുട്ടികളെ എന്ത് പറയുന്നു? ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്ത് പറയുന്നു? ലാസിം യൂസഫിലേക്ക് വരണം. താങ്കളുടെ പ്രതികരണം വ്യക്തമാക്കും ലാസിം. അതൊന്ന് കണ്ടേ. ഈ ആധുനിക യുഗത്തില് ആഫ്രിക്കൻ ഗേൾസും മോഡൽസ് ആയിട്ട് ഫാഷൻ ഷോയിൽ വരുന്നുണ്ട്. ടിവിയിൽ നിങ്ങൾ കാണാറുമുണ്ട്. കറുത്ത് മെലിഞ്ഞ പെൺകുട്ടികളും എഫ്ടിയിലും വരലുണ്ട്. കൂടുതൽ ആൾക്കാരും വെളുത്ത ആളാണ് എനിക്ക് തീരെ അഭിപ്രായമില്ല. FTVയിൽ വരുന്ന കറുത്ത പെൺകുട്ടികൾക്ക് വളരെ നല്ല സ്വഭാവമാണെന്നാണ് ലാസിം പറയുന്നത്. കറുത്ത നീഗ്രോ കുട്ടികൾ വരാത്തത് അത് അവരോട് ചോദിക്കണം. അതിനോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഞാൻ എന്റെ അഭിപ്രായം വരുൺ എന്തെങ്കിലും പറയാനുണ്ടോ? വരുണിലേക്ക് നമുക്ക് പോകാം. വരുൺ, ഓക്കെ. ഈ മിസ് യൂണിവേഴ്സ്, മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഈ കറുത്ത കുട്ടികളെയാണോ സെലക്ട് ചെയ്യുന്നത്? ചരിത്രപരമായിട്ട് നോക്കൂ. ഇതുവരെയായിട്ട് ആരെങ്കിലും അങ്ങനെ കറുത്ത ഏതെങ്കിലും പെൺകുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഈ നീഗ്രോ തിരിച്ചു വരാം. തീർത്തും അഭിപ്രായം പറയാനാവുന്നില്ല. പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. മാത്രമാണ്. ഓക്കെ. ലാസിമിനെ ലാസിം ചർച്ചയിൽ നിന്ന് പിന്മാറാൻ തീർത്തും മുട്ടാപ്പൊക്കായിരിക്കും. ഇല്ല, എനിക്ക് ഫസ്റ്റ് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കിട്ടില്ല. അത് വീണ്ടും വരുന്നതാണ് പറഞ്ഞത്. അങ്ങാടിയിൽ തോറ്റന് അമ്മയോട് എന്നുള്ള മുട്ടാപ്പോക്ക് സമീപനമാണ് നമ്മുടെ വരുണിന്റെ എതിരാളി താങ്കളുടെ ലാസിം യൂസഫ് ഫ്രം നിലമ്പൂർ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ചർച്ചയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അപ്പൊ നമുക്ക് വരുണിനെ വിജയായി പ്രഖ്യാപിക്കാമോ? ഞാനൊന്നും പറയണില്ല. അതെന്താ പറയാത്തെ? ചർച്ചയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. അല്ലാതെ മൈക്കെടുത്തിട്ട് പിന്മാറാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മിസ് യൂണിവേഴ്സ് പട്ടം, മിസ് കൺട്രി പട്ടം ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും സെലക്ട് ചെയ്യാറില്ലേ? അപ്പൊ അവർക്കും സൗന്ദര്യമല്ലേ? അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് നീഗ്രോസിന്റെ ഇടയിൽ നീഗ്രോസ് മാത്രമാണ് വിജയിക്കുന്നത്. അതെന്താണ് വരുന്നത്? അവിടെ ഈ ബ്രിട്ടീഷ് ഗേൾസും തമ്മിൽ മത്സരിച്ചാൽ എപ്പോഴും വിജയം ബ്രിട്ടീഷ് ഗേൾസ് തന്നെ ആയിരിക്കും. അത് സൗന്ദര്യത്തിന്റെ വിഷയം മാത്രമാണ്. സൗന്ദര്യം. അപ്പോൾ അമേരിക്കൻ കൺട്രീസിൽ നീഗ്രോസ് വളരെ മേജർ വിഭാഗമാണ്. എന്നിട്ടും നീഗ്രോസ് അവിടെ വിജയിക്കുന്നില്ല. എന്തുകൊണ്ട്? നീഗ്രോസ് വിജയിക്കില്ലെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ കഴിഞ്ഞ മിസ് യൂണിവേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയുടെ പേരെന്താ? പാർവതി ഓമനക്കുട്ടൻ. പാർവതി ഓമനക്കുട്ടൻ നീഗ്രോ ആണോ? ഞാൻ പറഞ്ഞ പറയാൻ അവസരം തരുമോ?
പാർവതി ഓമനക്കുട്ടനെക്കാട്ടിൽ കളറിൽ ലുക്കില്ലാത്ത പെൺകുട്ടികളോടല്ലേ എന്തുകൊണ്ട് പാർവതി ഓമനക്കുട്ടനെ തിരഞ്ഞെടുത്തത്? എനിക്കത് മാത്രം പറയാനുള്ളൂ. പാർവതി ഓമനക്കുട്ടനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നവരോട്? സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ പാർവതി ഓമനക്കുട്ടന് സൗന്ദര്യമുണ്ട്. അതിനെക്കാട്ടി മികച്ച സൗന്ദര്യങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ എടുക്കാം. ഇപ്പൊ സച്ചിനെക്കാട്ടിയും കളിക്കുന്ന കുറെ ടീം ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കില്ല. ലാസിമിന്റെ കയ്യിലെ മൊബൈൽ ഇപ്പൊ വിക്കിപീഡിയ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസിം സൂം, താങ്കളുടെ മൊബൈലിലേക്ക് സൂം ചെയ്യൂ. അതെ ലാസിം, ഒരു രംഗത്തേക്ക് ആൾക്കാർ കടന്നു വരുമ്പോൾ മാത്രമാണ് ആ രംഗത്ത് ആൾക്കാരുണ്ടാവണേ, ശരിയല്ലേ? പാർവതി ഓമനക്കുട്ടൻ മാത്രം കടന്നു വന്ന് പാർവതി ഓമനക്കുട്ടൻ വിജയിച്ചു. അതല്ല, പാർവതി ഓമനക്കുട്ടനും കൂടുതൽ കഴിവുള്ളവർ കടന്നു വന്നാൽ അവർ വിജയിക്കും. എന്ത് പറയുന്നു? പാർവതി ഓമനക്കുട്ടനും കാളും കൂടുതൽ ലുക്കുള്ള ആൾക്കാരും ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു, പക്ഷെ വിജയിച്ചില്ല. എന്തുകൊണ്ട്? സൗന്ദര്യ മത്സരത്തിൽ പാർവതി ഓമനക്കുട്ടനേക്കാൾ ലുക്കുള്ള ഒരുപാട് കുട്ടികൾ മത്സരിച്ചു. ഇന്ന് ആർക്കും കിട്ടില്ല, പാർവതി ഓമനക്കുട്ടന് കിട്ടി. പക്ഷെ കിട്ടിയത് നീഗ്രോക്കല്ല. നീഗ്രോ ഞാൻ പറഞ്ഞില്ല, കിട്ടിയില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. പാർവതി ഓമനക്കുട്ടന് വെളുത്ത് കുട്ടിയാണ് പറയുന്നത്. സെക്കൻഡ് റാങ്കിൽ പാർവതി ഓമനക്കുട്ടനേക്കാൾ സൗന്ദര്യമുള്ളവരും മത്സരിച്ചു, സൗന്ദര്യം ഇല്ലാത്തവരും മത്സരിച്ചു. പക്ഷെ കിട്ടിയത് സൗന്ദര്യമുള്ള പാർവതി. അവരെ താഴെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ആൾക്കാരുണ്ടാവും. പക്ഷെ സൗന്ദര്യത്തിന്റെ ബേസിൽ മാത്രമാണ് ഇനി നടക്കുന്നത്. പാർവതി ഓമനക്കുട്ടന് ഫസ്റ്റ് സ്ഥാനം കിട്ടിയെന്ന് പറയുന്നത് അത് തീർത്തും വിഡ്ഢിത്തരമാണ്. ഫസ്റ്റ് റണ്ണറപ്പാണ് പാർവതി ഓമനക്കുട്ടൻ. അതിനെക്കാട്ടി സൗന്ദര്യമുള്ള ഒരു കുട്ടി തന്നെയാണ് ഫസ്റ്റ് കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കൂ. റണ്ണറപ്പ് ആകാൻ പിന്നെയും വേറെ കുട്ടികളുണ്ടായിരുന്നു. എന്തുകൊണ്ട് പാർവതി ഓമനക്കുട്ടനെ മാത്രം സെലക്ട് ചെയ്തത്? പാർവതി ഓമനക്കുട്ടൻ ഒരു കറുത്ത കുട്ടിയല്ല, കറുത്തതാണ് പ്രൈമറി ഫാക്ടർ. സ്വഭാവമുണ്ട്, എന്തുകൊണ്ട് സ്വഭാവം മാത്രമായില്ല, എല്ലാം ഗ്ലാമറിലേക്ക് മാത്രമാണ് കിട്ടുന്നത്. സ്വഭാവം ഒരു മെയിൻ ഫാക്ടർ അല്ല. ഒരിക്കലും ഫാഷൻ ഷോയിൽ സ്വഭാവം ഒരു മെയിൻ ഫാക്ടർ അല്ല. എല്ലാ ബുദ്ധിന്റെ അളവ് നോക്കും, പിന്നെ ഒരു ക്വസ്റ്റിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കും, പിന്നെ സ്വഭാവം നോക്കും, ഗ്ലാമർ നോക്കും. കറുത്ത കുട്ടികൾക്ക് എന്താ പ്രതികരണ ശേഷി ഇല്ലേ? എല്ലാം കൂടി ഈക്വലായി നോക്കുമ്പം എല്ലാം കൂടി ഈക്വലായി നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കാണ് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അപ്പൊ താങ്കൾ പറഞ്ഞത് മാർക്ക് കൂടുതൽ കിട്ടുന്നത് വെള്ള ഗ്ലാമറുള്ള കുട്ടികൾക്കാണ്. റൈറ്റ്, ഓക്കെ. നമുക്ക് എന്നാ കല്യാണത്തിലേക്ക് കടന്നത്, അതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തിന് പറ്റില്ല. വരുൺ പ്രഭാകർ ഫ്രമിരിറ്റി. വരുൺ, താങ്കളുടെ ഉൾപ്പെടെ 2 പെൺകുട്ടികൾ കടന്നു പോകുന്നു. ഒന്ന് പോകാളിയ പീസ്, ഒന്ന് നല്ല കുട്ടി. താങ്കൾ ഏതിനെ സെലക്ട് ചെയ്യും? പൊകാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കറുകറുത്ത് 2 കുട്ടികൾ. ഞാൻ നോക്കില്ല, നല്ല അതെന്താ 2 കുട്ടിയെ നോക്കിയത്? എന്റെ കുട്ടീനെ നിങ്ങളാണെങ്കിലും നോക്കൂ. ഇല്ല, ഞാൻ നോക്കില്ല. അതെന്താ? അത് ഇവിടെ പറഞ്ഞാണ്, ഇവിടെ പ്രഭു പറയൂ. താങ്കൾ ഏത് സെലക്ട് ചെയ്യും? താങ്കളാണ്. കറുത്ത സൗന്ദര്യമില്ലാത്ത കുട്ടി നല്ല സ്വഭാവം അവളെ സെലക്ട് ചെയ്യും. ഈ സ്വഭാവം ആദ്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? പരിചയം ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. പരിചയം ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. പക്ഷെ നിങ്ങൾ എങ്ങനെ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ആരായിരിക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ നേരിട്ട് പോയി വിവാഹം കഴിക്കല്ല, ഒന്നും പറയാതെ അറിയാതെ വിവാഹം കഴിക്കല്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ലവ് മാരേജ്. ഫസ്റ്റ് അട്രാക്ഷൻ പറഞ്ഞ ഒരു ഫസ്റ്റ് അട്രാക്ഷൻ അതിലൊരിക്കലും ഞാൻ വിവാഹത്തിലേക്ക് പോകില്ല. ആ അട്രാക്ഷൻ വിവാഹത്തിലേക്ക് പോകില്ല. ജസ്റ്റ് ടൈം പാസ് ആണോ താങ്കൾക്ക്? അല്ല, അങ്ങനെ ഒരിക്കലും വിവാഹത്തിന് ഞാൻ പോകില്ല. ലവ് മാരേജ് ഒക്കെ ഇവിടെ ലവ് ഒക്കെ മാരേജിൽ അവസാനിക്കാറുണ്ട് ഇവിടെ കേരളത്തിൽ. ഇല്ല, മിക്കവാറും ലവ് മാരേജിലാണ് അവസാനിക്കാറ്. ഇല്ല, ആത്മഹത്യയിൽ അവസാനിക്കാറുണ്ട്. അതിനെ ഞാൻ വിശ്വസിക്കണല്ലോ. ഞാൻ ലവ് മാരേജിലാണ് വിശ്വസിക്കുന്നില്ല, ഫസ്റ്റ് അട്രാക്ഷൻ വിശ്വസിക്കുന്നില്ല. ഫസ്റ്റ് അട്രാക്ഷൻ വിശ്വസിക്കുന്നില്ല. താങ്കൾ ഏത് സെലക്ട് ചെയ്യും? സ്വഭാവമാണോ സെലക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് കാണുമ്പോൾ തന്നെ താങ്കളുടെ അടുത്ത് ബ്രോക്കേഴ്സ് ഫോട്ടോ കൊണ്ടുവരുമ്പോൾ താങ്കൾ ഫസ്റ്റ് സെലക്ട് ചെയ്യണത് ഗ്ലാമർ ഇല്ലാത്ത കുട്ടിയായിരിക്കും. അങ്ങനെ എനിക്ക് പറയാം. അങ്ങനെ പറഞ്ഞില്ലേ, സ്വഭാവമില്ല കുട്ടിയാണ്. നിങ്ങൾക്ക് ഫോട്ടോയോടൊപ്പം കൂടി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പിൻ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. അത് നല്ല ഒരു ഐഡിയ ആയിരിക്കും. വരുണോട് ചോദിക്കാം. വരുൺ, അങ്ങനെ ഒരു സമ്പ്രദായം താങ്കൾക്ക് താല്പര്യമുണ്ടോ? കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പ്ലസ് ഫോട്ടോ ആവാം. പക്ഷെ ഇത് എക്സാം അല്ലല്ലോ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് അല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാരേജ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും, ഈ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ അവരുടെ അഭിപ്രായം വെളിപ്പെടുത്താം. നിങ്ങളിപ്പോ ഒരു നല്ല പെൺകുട്ടിയാണോ, അല്ലെങ്കിൽ ഒരു കറുത്ത് രാവിലെ കാണാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയാണോ നോക്കുവോ, അല്ലെങ്കിൽ സ്നേഹിക്കുവോ? കുട്ടി കറുത്ത പെൺകുട്ടി രാവിലെ ശരിക്കും കാണാനാണ് കഴിയുക. കാണാൻ കഴിയും, പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ഈ ആൺകുട്ടികൾ തന്നെ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത് തന്നെ സൗന്ദര്യത്തിന്റെ ബേസിലാണ് അല്ലേ? അല്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ആലോചിക്കാം ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ഈ ആങ്കറിന് തന്നെ ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച്?
അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് പറയാം. നിങ്ങളാണെങ്കിൽ ഒരു കറുത്ത കുട്ടിയാണോ ഒരു വെളുത്ത കുട്ടിയാണോ നോക്കുക, ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ. ഞാൻ ഇന്നെ കുട്ടിയുടെ സ്വത്ത് വിവര സംബന്ധങ്ങളെ പറ്റി പാരന്റ്സിനോട് ചർച്ച ചെയ്യും. 23 കോടി തരാൻ തയ്യാറുള്ള ആരാണെന്ന് വെച്ചാൽ അവരെ കിട്ടും. ഇതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. എനിക്ക് സൗന്ദര്യം വിഷയമല്ല, സ്വഭാവം വിഷയമല്ല, കാശാണ് വിഷയം. നമ്മുടെ ആങ്കർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആങ്കർ പറഞ്ഞിരിക്കുന്നത് മണിയാണ് എല്ലാത്തിന്റെയും ബേസ് എന്നാണ്. നോ മണി നോ ഹണി ബേബി. നമുക്ക് പണത്തിലേക്ക് തിരിച്ചു വരാം. പണമുണ്ട്, ഗ്ലാമറുണ്ട്, സ്വഭാവമില്ല. സെലക്ട് ചെയ്യുമോ? ഇല്ലല്ല. പണമുണ്ട്, സ്വഭാവമുണ്ട്, ഗ്ലാമർ ഇല്ല. സെലക്ട് ചെയ്യുമോ? താങ്കൾ സെലക്ട് ചെയ്യുമോ? എങ്ങനെയാണ് ഓപ്ഷൻസ്? പണമുണ്ട്, സ്വഭാവമുണ്ട്, ഗ്ലാമർ ഇല്ല. ഇല്ല, സെലക്ട് ചെയ്യില്ല. എന്തുകൊണ്ട് സെലക്ട് ചെയ്യില്ല? താങ്കൾ നോക്കുന്ന കുട്ടിക്ക് പണമുണ്ട്, സ്വഭാവമുണ്ട്, താങ്കൾ പറഞ്ഞ സൗന്ദര്യമില്ല. ഇല്ല, ഞാൻ സെലക്ട് ചെയ്യില്ല. എന്തുകൊണ്ട് സെലക്ട് ചെയ്യില്ല? സൗന്ദര്യമാണ് പ്രൈമറി അട്രാക്ഷൻ. പ്രൈമറി അട്രാക്ഷൻ. പക്ഷെ പ്രൈമറി അട്രാക്ഷന് വേണ്ടിയല്ല മാരേജ്. ജീവിതകാലം മൊത്തം കൊണ്ടുനടക്കേണ്ട ഒരു ഉടമ്പടിയാണത്. ഉടമ്പടിയാണ്, അത് ഞാൻ കൊണ്ടു നടന്നോളാം. എനിക്ക് ഈ ലുക്കില്ലാത്ത പിള്ളേർക്ക് താല്പര്യമില്ല. ഓക്കെ, താങ്കൾ പറയും. ഒന്നെല്ലാ താല്പര്യം ജീവിക്കണം ഇവിടെ. പിന്നെ കെട്ടിയിട്ട് ഫാഷൻ ഷോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിക്കണത്. എൻ്റെ ഇപ്പം ജീവിക്കാൻ വേണ്ട. അപ്പം നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിനെ കെട്ടിയിട്ട് ഫാഷൻ ഷോക്ക് കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് എനിക്കില്ല. അത് നാട്ടുകാർക്കും കാണാൻ വേണ്ടിയെല്ലാം കേട്ടത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കേട്ടത്. അപ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ആഗ്രഹത്തും പണമുണ്ട്, ഗ്ലാമറുണ്ട്, ആള് വെടിയാണ്. വരും സെലക്ട് ചെയ്യുമോ? എന്തുകൊണ്ട്? ഗ്ലാമർ ആണ് താങ്കളുടെ പ്രൈമറി അട്രാക്ഷൻ. ദെൻ വൈ ഡോണ്ട് യു സെലക്ട്? തീർച്ചയായും വ്യക്തമാക്കുന്നതായിരിക്കും. പണമുണ്ട്, ഗ്ലാമറുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്, വെടിയാണ്. സെലക്ട് ചെയ്യും. താങ്കളുടെ അതേ ഒരു മാനസിക അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിലെ മുഴുവൻ യുവാക്കളും. അതിൽ ചില എക്സെപ്ഷനിലേക്ക്. ഞാൻ എക്സെപ്ഷൻ ആണ്. കെട്ടിയിട്ട് ഫാഷൻ ഷോക്ക് കൊണ്ടാണെങ്കിൽ നീ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ബട്ട് ഐ കാൺ വ്യൂ ലൈക്ക് ദാറ്റ്. അദ്ദേഹത്തിന്റെ വ്യൂ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ ചർച്ചയിലേക്ക് പിൻവാങ്ങാം. ബാക്കി താങ്കൾ പണമുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വഭാവം മോശമാണ്. ഇത് സെലക്ട് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും സെലക്ട് ചെയ്യില്ല. സൗന്ദര്യം താങ്കൾക്കൊരു വിഷയമേ അല്ല. സൗന്ദര്യം വിഷയമാണ്, പക്ഷെ ഒരിക്കലും അത് ഫസ്റ്റ് പ്രൈമറി അട്രാക്ഷൻ അല്ല. ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് വിടില്ല. ഒരു പ്രയോറിറ്റി ലിസ്റ്റ് സ്വഭാവം എങ്ങനെ മനസ്സിലാക്കും? അത് ശരിയാണ്. അതുകൊണ്ട് ഒരു കുട്ടിയെ കാണുമ്പോൾ അപ്പൊ തന്നെ വിവാഹം കഴിക്കണമെന്നല്ലോ. താങ്കൾ പിന്നെ ഇവിടെ ചൈതന്യയിൽ പഠിക്കുന്ന താങ്കൾ ഇതിലധികം 2-ൽ കൂടുതൽ പെൺകുട്ടികളുമായി മനസ്സിലാക്കിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുത്തര് സൗന്ദര്യം വേണ്ട, ഒരുത്തര് ഗ്ലാമർ മാത്രമേ, സൗന്ദര്യം മാത്രം മതി. ഈ 2 പേരും പണത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ പണമുള്ള കുട്ടികളാണ് സൗന്ദര്യമുള്ളവരും സ്വഭാവമുള്ളവരും. അപ്പോൾ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി വെടിയാണെങ്കിലും നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കിട്ടണമെന്നാണ് ഇന്നത്തെ യുവജനത്തോട് എന്റെ അഭ്യർത്ഥന.